എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഓഹോ, അപ്പൊ ഹണിമൂൺ യാത്രയാണ് എടി നാളെ? സിത്തു ശ്രേയെ നോയി കളിയാക്കി ചോദിച്ചു. അവളാകെ വല്ലാതെയായി. അങ്ങനെയൊന്നുമില്ലടി, മാരേജ് കഴിഞ്ഞ മുതൽ ഓരോ പ്രശ്നങ്ങളല്ലായിരുന്നു. ഇപ്പോഴാ കുറച്ചൊരു സമാധാനം വന്ന്. സമാധാനം എന്ന് പറയാൻ പറ്റില്ല, ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും വേദനയാ. പിന്നെ മയ്യേട്ടന് ഇപ്പം എന്നോട് നല്ല സ്നേഹം, അതുകൊണ്ട് ജീവിതം സന്തോഷമാണ്. അത് മതിയടി, മറ്റു കാര്യങ്ങളൊക്കെ നീ വിട്. നിന്റെ ലൈഫ് നീ എൻജോയ് ചെയ്യും. ഇനി അതാ വേണ്ടത്. പിന്നെ ശ്രീയേട്ടൻ, അത് നമുക്ക് ശരിയാക്കാം. നീ ടെൻഷൻ ആവണ്ട, നാളെ സന്തോഷമായിട്ട് പോയി വാ. ശ്രേയോ? ഓക്കെടാ, എന്നാ പോകാൻ നോക്കട്ടെ. മയുടെ വിളിയേട്ടതും ശ്രേയ സിത്തുവിനോട് യാത്ര പറഞ്ഞ് ഹാളിലേക്ക് നടന്നു. ചേച്ചി, ഞാൻ സംസാരിക്കണം അവളോട്. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ നിൽക്കവേ മഹി മായയോടായി ചോദിച്ചു. ഏയ്, അത് വേണ്ട മഹി, ഇനിയും സംസാരിച്ച് നമ്മുടെ വില കളയണ്ട. ഇത്രയും പേര് സംസാരിച്ചിട്ട് അവളുടെ സ്വഭാവത്തിന് മാറ്റമില്ല, ഇനി ഉണ്ടാവുകയില്ല. ഇനി അവളുടെ കാര്യത്തിൽ ശ്രീയേട്ടൻ തന്നെ തീരുമാനം എടുക്കട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ മഹിയും ശ്രേയ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് തിരികെ പോയി. ശില്പിയാണെങ്കിൽ ആ പ്രശ്നം കഴിഞ്ഞിട്ട് കയറിയതാണ് റൂമിൽ. ശ്രേയയും മഹിയും വന്നതോ പോയതോ അവൾ അറിഞ്ഞിട്ടുമില്ല. വീട്ടിലുള്ള ആരും അവളെ അറിയിച്ചതുമില്ല. എന്താണോ ഇതുവരെ തന്നെ ടെൻഷൻ മാറിയില്ലേ? അതല്ല ഇന്ദ്രേട്ടാ, എന്നാലും മുത്തശ്ശൻ പോലും കേൾക്കി അവൾ പറഞ്ഞിട്ട് പോയ വാക്കുകൾ ഓർക്കുമ്പോഴേ എനിക്ക് ആ സങ്കടം. എന്താ ശരിക്കും അവളുടെ മനസ്സിൽ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. അച്ഛൻ, അമ്മ, അതേപോലെ ഇവിടെ ഓരോരുത്തരും കഴിയുന്ന പോലെയും അല്ലാതെയും പറഞ്ഞു. എന്നിട്ടും ശ്രീയേട്ടനെ പോലെ ഒരാളിങ്ങനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നത് എന്തിനാ അവള്? സങ്കടങ്ങൾ ഓരോന്നും പെറുക്കി പെറുക്കി പറയുന്നവളെ ഇന്ദ്രൻ അലിവോടെ നോക്കി. സ്വന്തം അനിയത്തിയുടെ ജീവിതം ഇല്ലാതാവുന്നതിനേക്കാൾ ഇപ്പോൾ അവളെ തളർത്തുന്നത് ഏട്ടന്റെ ജീവിതം ഓർത്തു മാത്രമാണ്. ഒരിക്കലും ആ മനസ്സിന്റെ കാവൽക്കാരി ആയിരുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ അവളെ കൂടുതൽ സങ്കടപ്പെടുത്തില്ലേ? അതിൽ തെറ്റു പറയാനാവുമോ? ഇന്ദ്രൻ അവൾക്കരികിൽ വന്നിരുന്ന അവളുടെ കൈകൾ പിടിച്ചു. മായ അമ്പരപ്പോടെ അവനെ നോക്കി. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടനെ വേദനിപ്പിക്കുകയല്ല ഞാൻ. ഈ സങ്കടങ്ങൾ ഓരോന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അവൾ തേങ്ങി കരഞ്ഞു. അവളുടെ മനസ്സിൽ ഇന്ദ്രനെ വേദനിപ്പിച്ചുള്ള സങ്കടം ഉണ്ടായിരുന്നു. അവളുടെ മനസ്സിന്റെ വിങ്ങലാവനിൽ വല്ലാത്തൊരു നോവ് പടർത്തിയതും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആ തലയിലായി പതിയെ തലോടി. മോളെ ലച്ചു. രാത്രി ഭക്ഷണം കഴിച്ച് തന്റെ ഫോണിൽ എന്തോ നോക്കി സിറ്റ് ഔട്ടിലിരിക്കുന്ന അവൾക്കരികിലേക്ക് സിന്ധു കടന്നു ചെന്നു. ആ, എന്താ അമ്മേ, ഞാനെന്തിനും പണിക്ക് കൂടണോ? അതൊന്നും വേണ്ട മോളെ, അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് അവളുടെ തൊട്ടരികിലിരുന്നവർ. അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ, എന്താ അമ്മേ? ഏയ് ഇല്ല ലച്ചു, എനിക്കൊന്നും പറയാനില്ല. ഉണ്ടല്ലോ. തൻ്റെ കയ്യിലെ ഫോൺ മാറ്റി വെച്ചിട്ട് അവൾ അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. എൻ്റെ അമ്മക്കുട്ടിക്ക് എന്നോട് എന്താ പറയാനുള്ളത്? എന്താ ഈ മുഖത്തൊരു വെപ്രാളം? സിന്ധുവിൻ്റെ താടിൽ പിടിച്ച് ഉലുക്കിക്കൊണ്ട് ലച്ചു കൊഞ്ചി. ഒന്ന് പോവണേ, അങ്ങനെയൊന്നുമില്ല. എൻ്റെ അമ്മേ, ഇങ്ങനെ മനുഷ്യൻ ദേഷ്യം പിടിപ്പിക്കാൻ കാര്യം പറയും. അനി വേണ്ട, അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛനറിയാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ ചോദിച്ചു വരാം. വേണ്ട. അവൾ എഴുന്നേൽക്കാൻ നിന്നും അവരവളെ പിടിച്ചിരുത്തി. ലച്ചു, മോൾ അങ്ങോട്ട് പോകണ്ട. എനിക്ക് പറയാനുള്ള അച്ഛൻ അറിയേയില്ല. എന്നാ പറ, എന്താ? അതോ, വിലാസിനി ചേച്ചിയുടെ ആംഗ്ലയുടെ ഒരു മോനില്ലേ, ആ വിശാഖ്. ആ, അവനെന്ത് പറ്റി? അവനൊന്നും പറ്റിയില്ല. അവൻ്റെ അമ്മ ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നോട് മോളെ അവർ വിശാഖിന് കൊടുക്കുമെന്ന് ചോദിച്ചു. ഓഹോ, അപ്പം അതാണ് കാര്യം. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? എൻ്റെ മോളെ പതുക്കെ, അച്ഛൻ കേൾക്കും. അപ്പം അച്ഛനറിയാതാണോ അമ്മേനെ അവർ കെട്ടിച്ചു കൊടുക്കുന്നത്? ദേ പെണ്ണെ, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാനാ ഞാൻ നിന്നോട് പറഞ്ഞ്. അവനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല അഭിപ്രായമല്ല, മോശം അഭിപ്രായമല്ല. പിന്നെ അമ്മ നേരത്തെ പറഞ്ഞ കാര്യം, തൽക്കാലം അവനെന്നല്ല ഒരാളെയും മാരേജ് കഴിച്ചു പോകാൻ ഇപ്പം നിലവിൽ താല്പര്യമില്ല. ഈ കിട്ടിയ ജോലിയിൽ ഞാനൊന്ന് എൻജോയ് ചെയ്തോട്ടെ. എന്താ ഇവിടെ അമ്മയും മോളൊരു ചർച്ച ചോദിച്ചുകൊണ്ട് അച്ഛൻ അവർക്കരികിലേക്ക് വന്നു. സിന്ധു ഒരു തരം പരിഭ്രമത്തോടെ ലച്ചുവിനെ നോക്കി പറയരുതെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. ഏയ് അതൊന്നുമില്ല അച്ഛാ, അമ്മ ഓഫീസിലെ ഓരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ആണോ? എന്താ അവിടുത്തെ വിശേഷങ്ങൾ? അതിന് വിശേഷമൊന്നുമില്ല അച്ഛാ, നമ്മൾ രാവിലെ ഓഫീസിൽ ചെല്ലുന്നു, ജോലി ചെയ്യുന്നു, വൈകുന്നേരം ഇങ്ങ് പോരുന്നു. അതിനിടയിൽ എല്ലാവരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നു, അത്ര തന്നെ. സന്തോഷല്ലേ അച്ഛൻ്റെ മോൾക്ക് അവിടെ? അച്ഛൻ അവിടെ തലയിൽ തലോടി. സന്തോഷം അച്ഛാ, ഒരുപാട്. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മോള് പറയാൻ പഠിക്കരുത് കേട്ടോ. എൻ്റെ അച്ഛ, അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ലവരാ, ഒരു പ്രയാസമില്ല എനിക്കവിടെ. എന്നാ മോള് പോയി കിടക്കാൻ നോക്ക്, രാവിലെ പോവാനുള്ളതല്ലേ. ഓക്കെ അച്ഛാമ്മേ. അവരെ ചേർത്ത് പിടിച്ച് കവിളിൽ നിന്ന് ചുംബിച്ച് അവൾ തന്നെ മുറിയിലേക്ക് നടന്നു. ആ നിമിഷം അവളുടെ ഉള്ളിൽ മനോഹരമായ പുഞ്ചിരിയാൽ ഒരുവൻ കടന്നു വന്നു. വെറുതെ ആണെങ്കിൽ അവൻ്റെ ആ സുന്ദരമായ മുഖം ഓർത്തെടുത്ത് അവൾ ബെഡിലേക്ക് കിടന്നു. ദിവസങ്ങൾ പതിയെ ഇഴഞ്ഞു നീങ്ങി. പ്രശാന്തേട്ടാ. എന്താടാ? എനിക്കെന്തോ ഒരു പേടി പോലെ. എന്തിനാണ് ഈ പേടി? ഞാനില്ലേ നിന്റെ കൂടെ. അതൊക്കെ എല്ലായിടത്തും നടക്കുന്ന, അല്ലാതെ തിരിഞ്ഞു നോക്കാത്തൊരുവിനോർത്ത് ഈ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കണോ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് ആർക്കോ വേണ്ടി ഇല്ലാതായി കളയണം. അങ്ങനെയല്ല പ്രശാന്തേട്ടാ, എന്നാലും എന്തോ ഒരു... ആ കാര്യത്തിലൊന്നും നീ പേടിക്കണ്ട, ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോ. അവൻ്റെ വാക്കുകൾ തെല്ലൊരു ആശ്വാസം അവളിൽ നിറച്ചെങ്കിലും സ്ത്രീയേരി കൂടെ ഇല്ലാതാവുന്ന അവസ്ഥ അവൾക്ക് ആലോചിക്കാനേ കഴിഞ്ഞില്ല.
ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഇനി ആ ഭാഗത്തേക്ക് പോവില്ല. എന്തുതന്നെയാലും ശ്രീമംഗലത്തെ ശ്രീഹരിയുടെ ഭാര്യ പദവി അത് തന്റെ ജീവിതത്തിനൊരു അലങ്കാരമാണ്. എന്തെന്നെ സംഭവിച്ചാലും അതില്ലാതാവാൻ പാടില്ല. ശില്പ, താൻ പോയോ? ഇല്ല പ്രശാന്തേട്ടാ, ഞാനിവിടെ ഉണ്ട്. ആ, താൻ ടെൻഷനാവണ്ട, അവനോട് പോകാൻ പറ. ഈ ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാം. തൻ്റെ സങ്കടങ്ങൾ ഓരോന്നിൻ്റെ പ്രശാന്തേട്ടം മാറ്റിത്തരും. ഓക്കെ, എന്നാ വെച്ചോട്ടെ, നാളെ വിളിക്കാം. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ശില്പയുടെ കോൾ കട്ട് ചെയ്തും അവൻ്റെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നു. ഒരു വശ്യമായ ചിരിയോടെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചിട്ട് തൻ്റെ ബൈക്ക് പതുക്കെ മുന്നോട്ട് വിട്ടു. ഇതേ സമയം ശില്പയുടെ ചിന്തകൾ വല്ലാത്തൊരു ആശങ്കയുടെ ഇരുട്ടിലേക്ക് വഴുതി വീണു. തിരികെ വരാൻ വഴിയൊന്നുമില്ലാത്തൊരു തരം ഭയം അവൾ പിടികൂടിയതും അവൾ കണ്ണുകൾ പതിയെ അടച്ചു. അപ്പം എല്ലാം സെറ്റായില്ലേ പെണ്ണേ? ഇന്നലെ നിന്റെ ടെൻഷൻ എല്ലാം മാറിയില്ലേ? എല്ലാം ഓക്കെ ആയി, ടെൻഷനും മാറി. ശ്രീകുട്ടി ചിരിയോടെ പറഞ്ഞു. ആഹാ, പെണ്ണിന്റെ മുഖത്ത് നാണം വന്നല്ലോ. ഓടി, അങ്ങനെയൊന്നുമില്ല. മാളു കളിയാക്കിയതും ശ്രീകുട്ടിയുടെ മുഖം വീർത്തു. നാണൊക്കെ വേണം ആവശ്യത്തിന്, പക്ഷെ ഏട്ടനെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ നാണം വന്നാലേ നിങ്ങൾക്ക് പിണങ്ങാനേ നേരം ഉണ്ടാവും. ഇനി എൻ്റെ മോളത് മറക്കണ്ട. ഇല്ലടി, ഇനി അങ്ങനെ നിൽക്കില്ല. അങ്ങനെ നിന്നുകൊണ്ട് എത്രയാണ് ഞാൻ വിഷമിച്ച്. സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന വന്നു പോയി. ഇനി മിഥുനേട്ടനെ ഞാൻ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും അകറ്റി നിർത്തില്ല. അവളൊരു ഉറപ്പോടെ പറഞ്ഞിട്ട് മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മതി മോളെ, നിന്റെ ഈ വാക്കുകൾ മാത്രം മതി. പിന്നെ ഇതിൻ്റെയൊക്കെ ചെലവ് തന്നോളൂ എനിക്ക്. ഞാനെന്നൊരാളില്ലായിരുന്നു കാണായിരുന്നു രണ്ടിൻ്റെ ഈ അവസ്ഥ. മാളു തൻ്റെ ചുമലിൽ സ്വയം പൊക്കിക്കൊണ്ട് അവളെ നോക്കി. സത്യടി, നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. സങ്കടങ്ങൾ കൂടുക എന്നല്ലാതെ, പറഞ്ഞോ ശ്രീകുട്ടിയുടെ ശബ്ദമിടറി. നീ പെണ്ണെ ഒരു വീക്ക് വെച്ചിരും കേട്ടോ, ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടാ. മാളു ദേഷ്യം വായിച്ച് അവളെ ചേർത്ത് പിടിച്ചു. നീ ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ. അല്ല, ശരിക്കും നീ മാമിയുടെ മോള് തന്നെയാണോ? അതെന്താടി? ശ്രീകുട്ടി സംശയത്തോടെ അവളെ നോക്കി. അല്ല, മാമിയുടെ സ്വഭാവം നിന്റെ അടുത്തേക്ക് പോലും വന്നിട്ടില്ല. ഇത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ കണ്ണിൽ വെള്ളം നിറച്ചങ്ങ് നിൽക്കും. മാമിയാണെങ്കിലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ 4 വർത്താനോട് തിരിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് പോവുള്ളൂ. ചില സമയത്ത് നീ മായേച്ചിയേക്കാൾ പാവാ. മാളു പറഞ്ഞു കേട്ട് ശ്രീകുട്ടി അവളെ നോക്കി ഒരു കുറുമ്പോടെ പുഞ്ചിരിച്ചു. വീണ്ടും എന്തെങ്കിലും പറഞ്ഞാൽ താൻ വീണ്ടും സങ്കടപ്പെടും. അപ്പോൾ മാളുവിനോട് നല്ല അടി തന്നെ കിട്ടുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. മാളു, ആ വരുന്നു. താഴെ നിന്ന് അമ്മയുടെ വിളി കേട്ടതും മാളു ശ്രീകുട്ടിയെ വിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോയി. മോളെ ലച്ചു. പുറത്തെ ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറിയതും സിന്ധു മകളെ നോക്കി. എന്താ അമ്മേ? അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മോൾ അച്ഛനോട് പറയില്ല കേട്ടോ. വിശാഖിൻ്റെ അമ്മ ചോദിച്ചപ്പോൾ നിന്നോട് പറയട്ടെ എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇല്ലമ്മ, ഞാൻ പറയില്ല. അവരിനി എന്തെങ്കിലും ചോദിച്ചപ്പോൾ തൽക്കാലം മോളെ കെട്ടിക്കുന്നില്ലെന്ന് അമ്മ മറുപടി അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ നിന്റെ കല്യാണോ? എൻ്റെ അമ്മേ, തീരെ കല്യാണം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് ഇപ്പം എനിക്കൊരു ജോലി കിട്ടിയതേ ഉള്ളൂ. ഒരു 6 മാസമെങ്കിലും ആ ജോലി ഞാനൊന്ന് എൻജോയ് ചെയ്തോട്ടെ. എന്നിട്ട് ഞാൻ തന്നെ പറയാം കല്യാണം കഴിക്കാൻ സമയമായെന്ന്. അതുപോരെ? മതി. എന്നാൽ അവരോട് സമയം പറഞ്ഞു വെക്കാം. ഈ അമ്മ ലച്ചുവിൻ്റെ മുഖം കൂർത്തു. അല്ലമ്മേ, ഈ നാട്ടിൽ വേറെ ചെക്കന്മാരൊന്നുമില്ലേ? ഈ വിശാഖ ഒരാളേ ഉള്ളൂ. സമയമാകുമ്പോൾ ഒരാൾ വരും. അങ്ങനെയല്ല മോളെ, ആ ഒരു വലിയ ആൾക്കാരാ. ഒരു വീട്ടിൽ നീ സന്തോഷമായിട്ടൊരു ബുദ്ധിമുട്ടറിയാതെ ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷമാവും. അതാ ഞാൻ അങ്ങനെ വലിയ സ്വപ്നമൊന്നും കാണരുത് അമ്മേ. എത്ര വലിയ വീടായാലും ചെറിയ വീടായാലും സമാധാനം, സന്തോഷം, സ്നേഹം അതാ വേണ്ടത്. അതിലിങ്ങനെ എത്ര വലിയവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അമ്മ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ നിലക്കനുസരിച്ച് ഒരാൾ വരട്ടെ, അപ്പം നോക്കാം. സിന്ധുവിൻ്റെ മുഖം വാടി. അവരൊന്നും പറയാതെ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അമ്മക്കുട്ടി. ലച്ചു അമ്മയുടെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് തൻ്റെ മുഖം അമ്മയുടെ തോളിലേക്ക് വെച്ചു. അമ്മേ, പിണങ്ങി എൻ്റെ സിന്ധുക്കുട്ടി. പെണ്ണെ കളിയാക്കാതെ, ഞാൻ ഈ കറിയൊന്ന് ഇറക്കട്ടെ. ലച്ചു വേഗം അമ്മയെ മാറ്റി നിർത്തിയിട്ട് അടുപ്പിൽ നിന്ന് കറി ഇറക്കി വെച്ചിട്ട് അമ്മയെ തൻ്റെ നേരെ നിർത്തി. ദേ, ഈ മുഖം ഇങ്ങനെ വാടിയാ കാണാനൊരു ഭംഗിയില്ല കേട്ടോ. ഓടി, എനിക്കിനി ഭംഗിയൊന്നും വേണ്ട. ഒരാൾ കെട്ടിക്കൊണ്ട് വന്നിട്ട് വർഷം 20 ഒരു കുട്ടിയായി. മോളെ ലച്ചുവോ, ദാ വരുന്നാച്ചാ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇനി നമുക്കിത് വിടാം. എല്ലാ സമയത്തിനും നടക്കും. മുൻവശത്ത് അച്ഛൻ്റെ വിളിയേട്ട് അമ്മയെ സമാധാനിപ്പിച്ച് അവൾ മുൻവശത്തേക്ക് നടന്നു. എന്നാ ഞാൻ പോയി വരട്ടെ. മായുടെ കയ്യിലും തന്റെ ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് വാങ്ങിയിട്ട് ഇന്ദ്രൻ പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി. അവളുടെ നിറഞ്ഞ പുഞ്ചിരി കണ്ടതും അവനൊരു കള്ളച്ചിരിയോടെ അവൾക്കരികിലേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിന്നിട്ട് അവളെ തന്നിലേക്ക് ചേർത്തിട്ട് ആ കവിളിലേക്ക് തന്റെ ചുണ്ട് ചേർത്തു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തി കണ്ട മായ ആദ്യമൊന്ന് പതിരെങ്കിലും അവളൊരു നാണത്തോടെ അവന്റെ നെഞ്ചിൽ പതുങ്ങി. അവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരി മിന്നി മറഞ്ഞു. അവളുടെ മുടിയിലെ കാച്ചെണ്ണയുടെ സുഗന്ധം അവന്റെ ഉള്ളിലേക്ക് കയറിയതും അവനവളുടെ മുടിയിലൂടെ പതിയെ വിരലുകൾ ഓടിച്ചു. ഇന്ദ്രേട്ടാ. ആൾ മുഖമുയർത്തി അവനെ നോക്കി. താനൊന്നും പറയണ്ട, ഈ ഇഷ്ടത്തോടെ ഇങ്ങനെ ചേർന്ന് നിന്നാൽ മാത്രം മതി. അവനവളുടെ കാതോരം മൊഴിഞ്ഞു. അവന്റെ ശബ്ദത്തിന്റെ താളം കേട്ട മായുടെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിച്ചു. അവളവന്റെ കണ്ണുകളിലേക്ക് ഇമവെട്ടാതെ നോക്കിയതും അവനൊരു മൃദുവായ പുഞ്ചിരിയോടെ അവളെ പ്രണയത്തോടെ നോക്കി. ആ നോട്ടത്തിൽ അവളുടെ മുഖമാകെ ചുവന്നു.
ആ നോട്ടത്തെ നേരിടാനാവാതെ മായ അവന്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം ഒളിപ്പിച്ചു. നാണവും സുഖവും ചേർന്ന ഒരു ശ്വാസത്തോടെ ആ നിമിഷം ഇരുവരുടെയും ലോകം അവരൊന്നു മാത്രമായി മാറി. മോൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? ഇന്നലെ വന്നല്ലേ ഉള്ളൂ. എന്തായാലും ഇന്ന് വൈകിട്ട് മാളുവിൻ്റെ കൂടെ ഇങ്ങ് പോര്. രാവിലെ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പച്ചി അത് പറ്റില്ല കേട്ടോ. ഇന്നലെ തന്നെ അമ്മയെ സോപ്പിട്ടിന് കണക്കില്ല. അമ്മയുടെ സ്വഭാവം അപ്പച്ചിക്ക് അറിയാത്തല്ലോ. ശ്രീകുട്ടി മാളുവിൻ്റെ അമ്മയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. അവൾ പോയിക്കോട്ടെ അമ്മേ, ഇടയ്ക്ക് വരാലോ, പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാലോ. മാളു പറഞ്ഞു. മിഥുൻ മാളുവിനെ കൂർപ്പിച്ച് നോക്കി. അവൾ അവനെ നോക്കി ഒന്ന് വിളിച്ച് കാണിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. അവനവൾ നോക്കി പതുക്കെ പറഞ്ഞു. മാളു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നീ എന്താടി അപ്പ അമ്മയോട് അങ്ങനെ പറഞ്ഞു? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കോളേജിലേക്ക് ഇറങ്ങിയതും കാറിൽ നിന്ന് മിഥുൻ മാളുവിനെ നോക്കി ചോദിച്ചു. പിന്നിലാണ്ട് എപ്പോഴും ഇങ്ങനെ അടുത്ത് നിന്ന് നിങ്ങൾ വല്ലാണ്ട് പ്രേമിക്കണ്ട. ഇപ്പം ഇവൾ അവിടെ നിൽക്കട്ടെ. പിന്നെ ഏട്ടൻ അവൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാമനെ കണ്ടിട്ട് മോളെ കെട്ടിച്ചിരുന്ന് ചോദിക്കുക. അതല്ലേ നല്ലത്. അത് കേട്ടതും മിഥുൻ്റെ അരികിൽ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ശ്രീകുട്ടിയുടെ മുഖം വിടർന്നു. അത് കണ്ട മിഥുൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. അവൻ തലയിരിച്ച് ശ്രീകുട്ടിയെ നോക്കി. ചുണ്ടിൽ വിരിഞ്ഞ അതേ ചിരിയോടെ അവളുടെ കൈകളിൽ അവൻ പതിയെ പിടിച്ചു. പിന്നിൽ നിന്ന് മാളുവിന്റെ ആക്കിയുള്ള മുകളിൽ കേട്ടതും ശ്രീകുട്ടി വെപ്രാളത്തോടെ തന്റെ കൈകൾ വലിച്ചു. അത് കണ്ട മിഥുൻ മാളുവിനെ നോക്കി തന്റെ കാർ കോളേജിലേക്ക് പറപ്പിച്ചു. മോനെ ശ്രീ. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ശ്രീഹരി തന്റെ റൂമിലേക്ക് നടക്കവേ അവനെ വിളിച്ചിട്ട് പിന്നാലെ അമ്മയും ചെന്നു. ആ അമ്മേ എന്തേ? ബെഡിന്റെ അടുത്തുള്ള കുഞ്ഞു ടേബിളിലേക്ക് ഫോൺ വെച്ചിട്ട് അവൻ ബെഡിലേക്ക് കിടന്നു. പത്മ അവനരികിലേക്ക് ഇരുന്നിട്ട് അവന്റെ തലയിൽ പതിയെ തലോടി. അത് കണ്ടത് അവൻ അമ്മയുടെ മടിയിലേക്ക് തല വെച്ചിട്ട് അമ്മയുടെ കൈ കൂട്ടിപ്പിടിച്ചു. പത്മത്തിന് വല്ലാത്തൊരു വാത്സല്യം ഉള്ളിൽ നിറഞ്ഞു. തന്റെ പൊന്നുമോൻ ഒരുപാട് വളർന്നെങ്കിലും പണ്ടത്തെ ആ കുഞ്ഞായി അവർക്ക് തോന്നി. അവന്റെ തലയിലും മുഖത്ത് അവരുടെ കൈകൾ വാത്സല്യത്തോടെ ഓടി നടന്നു. മോനെ അമ്മ ഒരു കാര്യം പറയട്ടെ. എന്നാണെങ്കിലും അമ്മ പറഞ്ഞു. പക്ഷെ മസാജ് നിർത്തല്ലേ, നല്ല സുഖം. എത്ര നാളെ ഇതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്ന. അവരൊരു പുഞ്ചിരിയോടെ അവനെ നോക്കിയിട്ട് വീണ്ടും തലോടിൽ തുടർന്നു. ഇനി അമ്മ പറഞ്ഞു. അതോ മറ്റൊന്നല്ല, എനിക്കിപ്പോൾ ദൈവവിശ്വാസമൊക്കെ പറ്റേ കുറഞ്ഞ പോലെ ഉണ്ടല്ലോ. ആദ്യമൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ തിരുനാളിൽ പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ എവിടെ പോയി ശ്രീ? ഇതാണോ അമ്മയ്ക്ക് പറയാനുള്ളത്? എന്താ ഇത് വലിയ കാര്യമല്ലേ? അന്ന് ആ പ്രശ്നത്തിന് ശേഷം നീ അമ്പലത്തിലേക്ക് പോയിട്ടില്ല. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ തിരുമേനി ചോദിച്ചു, ശ്രീഹരി ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ എന്ന്. എൻ്റെ അമ്മ എന്തിനാ അപ്പോൾ അവിടെ പോയിട്ട് ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്തു പറയാറാ? സത്യത്തിൽ എനിക്ക് ദൈവത്തിനോട് ഒന്നും പറയാനില്ല. പോടാ, ദൈവകോപം ഉണ്ടാക്കി വെക്കല്ലേ. നമ്മളിന്ന് സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നൽകിയതല്ലേ. ആ സുഖമൊക്കെ, സന്തോഷം എന്താ അമ്മ എനിക്കുള്ളത്? ഉണ്ടായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. ഇപ്പം അതൊക്കെ അമ്മയുടെ മോന് സ്വപ്നം കാണാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എന്തിനെന്നറിയാതെ ആ സമയം ശ്രീഹരിയുടെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. മോനെ. പത്മ ഒരു സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ലമ്മേ ഒന്നുമില്ല. അവൻ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. സാരില്ല, എൻ്റെ മോൻ്റെ എല്ലാ സന്തോഷവും തിരിച്ചു വരും. അതിനുവേണ്ടി അമ്മ എന്നും ഈശ്വരനോട് പറയുന്നു. നിന്റെ മനസ്സ് ദൈവം കാണാതെ പോവില്ല. നീ നാളെ രാവിലെ അമ്പലം വരെ ഒന്ന് പോകണം. എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കണം. അപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും. ആ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ പോവാം. എനിക്ക് വേണ്ടി നീ പോകണ്ട, നിനക്ക് വേണ്ടി പോയാൽ മതി. പത്മാവിന്റെ ദേഷ്യഭാവത്തിൽ നോക്കി. എൻ്റെ പൊന്നമ്മേ, ഞാൻ പോയിക്കോളാം. പോരെ? എന്നാ മോനെ ഉറങ്ങിക്കോ. കുറച്ചുകൂടെ നിൽക്കമ്മേ. ശ്രീഹരി അമ്മയുടെ കൈകൾ പിടിച്ചിട്ട് പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം ശ്രീഹരി തന്റെ സങ്കടങ്ങളെല്ലാം മറന്ന് പതിയെ കണ്ണുകൾ അടച്ചു. അല്പസമയത്തിനുള്ളിൽ അമ്മയുടെ വാത്സല്യ തലോടലേറ്റ് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഹൃദയത്തിൽ ഉറഞ്ഞുകൂടിയ സങ്കടവും സ്നേഹവും കൂട്ടിച്ചേർത്ത് അവന്റെ നെറ്റിയിലൊരു ചുംബനം കൊടുത്തിട്ട് പതിയെ അവന്റെ തലയിണിലേക്ക് വെച്ചിട്ട് ബ്ലാങ്കറ്റ് എടുത്ത് അവനെ പുതപ്പിച്ചിട്ട് പത്മം മുറിവിട്ടിറങ്ങി. വാതിൽ പതുക്കെ ചാരി തന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. അമ്മേ, നമുക്ക് നീ ശ്രീമംഗലത്തേക്ക് പോയാലോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ശിവയാണ് എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞത്. ഇന്നോ? അതെ, ചേച്ചിയെന്ന് വന്നോ പറഞ്ഞില്ലായിരുന്നോ അവിടേക്ക് ചെല്ലാൻ? നമുക്കൊന്ന് പോയി വന്നാലോ? എന്നാ നമുക്ക് പോവാമേ. ശ്രേയും ശിവയ്ക്കൊപ്പം കൂടി. മയ്യേട്ട് ഇപ്പോൾ പോകൂലേ? നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് പോവാം, വൈകിട്ട് തിരിച്ചു തരാം. എന്നാ പിന്നെ പോയിക്കോമേ, ഞാനും അച്ഛനും ഉണ്ടാവില്ലല്ലോ. പിന്നെ ചേച്ചിയും ശില്പിയൊന്നും കാണാലോ. മൈയും കൂടെ പറഞ്ഞു ശോഭ സമ്മത്തോടെ തലയാട്ടി. ശോഭ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീട്ടിൽ തന്നെയാണ്. മൈ തന്നെയാണ് ഇനി ഒന്നിനും പോകണ്ടെന്ന് പറഞ്ഞ് കൂടെ അച്ഛനും പറഞ്ഞപ്പോൾ ശോഭ പോക്കൊക്കെ നിർത്തി. പ്രശാന്തിനെ കുറിച്ച് നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ പറയുന്ന കേട്ടപ്പോൾ മൈക്ക് ശ്രേയയും ശിവയൊക്കെ ഓർത്തിട്ട് പേടി തോന്നി തുടങ്ങിയിരുന്നു. ആ പേടി കാരണം കൂടിയായിരുന്നു അമ്മയോട് ഇനി എങ്ങോട്ട് പോകണ്ടെന്ന് അവൻ പറഞ്ഞത്. മൈ കഴിച്ച് അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയതും ജോലികളെല്ലാം പെട്ടെന്ന് കഴിച്ച് അവരും പോകാൻ തയ്യാറായി. ശ്രീഹരി പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് തിരുമേനിയോട് വിശേഷങ്ങൾ തിരക്കിയും അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. തൊട്ടപ്പുറത്ത് നിന്ന് പുറത്തേക്ക് നടന്നു വരുന്നവരെ ശ്രദ്ധിച്ച്. അമ്മേ, ശ്രീയേട്ടൻ. അവൾ പതിയെ പറഞ്ഞിട്ട് അമ്മയുടെ കൈത്തണ്ടിൽ തട്ടി. അപ്പോഴേക്ക് അവരവനെ കണ്ടിരുന്നു.
ഇതാര് ശ്രീലക്ഷ്മിയോ? അമ്മയുണ്ടല്ലോ. ശ്രീഹരി അവർക്കരിയിലേക്ക് വന്ന് പുഞ്ചിരിയോടെ ചോദിച്ചു. അത് മോനെ, ഇന്ന് മോളുടെ പിറന്നാളാ. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് വന്നതാ. അതെയോ? ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി. താങ്ക് യു സർ. ശ്രീഹരി പുഞ്ചിരിയോടെ പറഞ്ഞു. അതീവ സന്തോഷത്തോടെ ലച്ചു നന്ദിയും പറഞ്ഞു. ഒരു നിമിഷം ശ്രീഹരി ആലോചനയോടെ നിന്നു. ശ്രീലക്ഷ്മി, ഒരു മിനിറ്റ്. അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ലച്ചുവിനെ നോക്കി പറഞ്ഞിട്ട് ശ്രീഹരി തന്റെ കാറിന്റെ അരിയിലേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ തിരികെ വരികയും ചെയ്തു. ഇത് പിടിച്ചോളൂ. ശ്രീഹരി ഷെഫർ പേന അവൾക്ക് നേരെ നീട്ടി. പിറന്നാളല്ലേ, എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളൂ. അറിഞ്ഞപ്പോൾ എന്തെങ്കിലും തരണം തോന്നി. ശ്രീഹരി ആ പേന അവൾക്ക് കൊടുത്തതും ആശ്ചര്യം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും ശ്രീഹരി വല്ലാതെയായി. എന്തുപറ്റി? ഏയ് ഒന്നുമില്ല സാർ, പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിച്ചു. അമ്മയും സന്തോഷത്തോടെ അവരെ നോക്കി. താങ്ക് യു സർ. ലച്ചു വീണ്ടും അവർ നോക്കി പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചു. മോനെ, എന്നാ ഞങ്ങളങ്ങോട്ട്? ആ ശരി അമ്മേ. അവനും പുഞ്ചിരിച്ചിട്ട് മറുപടി പറഞ്ഞു. സിന്ധു ഏറെ സന്തോഷത്തോടെ ലച്ചുവിനെയും കൂട്ടി മുന്നോട്ട് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.